വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വടകര മണ്ഡലത്തിലെത്തിയ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. എതിർ നിൽക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച മികച്ച മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറും. സത്യത്തിൽ ഷാഫി പറമ്പിലിന് ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വം. അതേസമയം തന്നെ പെട്ടെന്ന് നിശ്ചയിച്ച പരിപാടിയായിരുന്നു ഇന്നലെ വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ കൺവെൻഷൻ. അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയ പരിപാടിയിൽ ഷാഫിയുടെ പ്രസംഗം കോൺഗ്രസ് പ്രവർത്തകരെ ഇളക്കി മറിക്കുകയുണ്ടായി. എന്നാൽ പ്രസംഗത്തിനിടെ ഷാഫി പറമ്പിൽ തമാശ രൂപേണ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ നേടുകയാണ്. തന്റെ ഭാര്യ വീട് വടകരയിലെ അഴിയൂരിലാണെന്നും അതുകൊണ്ട് തന്നെ താൻ വടകരയുടെ പുയാപ്ലയാണെന്നും വടകരയുമായുള്ള കരുത്തുറ്റ ബന്ധം അതാണെന്നും ഷാഫി പറഞ്ഞത് വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഷാഫി പറമ്പിൽ ഇന്ന് രണ്ടും കൽപ്പിച്ച് വളരെ ഉത്സാഹത്തോടെയാണ് വടകരയിൽ പ്രചരണം നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് മാറ്റിയതിനു പിന്നിലെ രാഷ്ട്രീയം തനിക്കറിയാമെന്നായിരുന്നു പത്മജിയുടെ പ്രതികരണം. ഷാഫി വടകരയിലേക്ക് മാറിയതോടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന് നൽകുമെന്നാണ് അവർ പറയുന്നത്. ഇതിനുള്ള കളിയാണ് നടക്കുന്നതും. തനിക്കെല്ലാം അറിയാമെന്നും ഇതിനിടയിൽ കിടന്ന് വളർന്നയാളല്ലേ താനെന്നുമാണ് പത്മജിയുടെ വാദം. തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പത്മജ ചില സൂചനകളും നൽകി. പ്രിയങ്ക ഗാന്ധി വരുന്ന പരിപാടിക്ക് 22 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വ്യക്തിയുടെ പേരും പത്മജ വെളിപ്പെടുത്തി. KPCCയിൽ നിന്ന് പണം ലഭിച്ചിരുന്നുവെന്നാണ് പിന്നീട് അറിഞ്ഞത്. വടകരയിൽ നിന്നാൽ ജയിക്കുമായിരുന്ന മുരളിയെ തൃശൂർ എത്തിച്ചത് തോൽപ്പിക്കാനാണ്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ വിജയിക്കും. മുരളിയെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്നും പത്മജ ചൂണ്ടിക്കാട്ടി. അതേസമയം വടകരയിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഷാഫി വമ്പൻ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ താൻ തന്നെ ചുമതല വഹിക്കുമെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ UDF തന്നെ ജയിക്കുമെന്നും അവിടെ BJPയെ ജയിപ്പിക്കാൻ വടകരയിൽ നീക്കുപോക്കെന്ന LDF പ്രചരണം അസംബന്ധമാണെന്നും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പറഞ്ഞിരുന്നു. തന്റെ തട്ടകമായ പാലക്കാട് വിട്ടുവരുന്നതിനോട് ഷാഫി തുടക്കം മുതൽ തന്നെ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. അതേസമയം പാർട്ടി പറയുന്നിടത്ത് താൻ മത്സരിക്കാൻ തയ്യാറാണെന്നായിരുന്നു ഷാഫി പിന്നീട് വ്യക്തമാക്കിയത്. പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് ഷാഫി പറമ്പിൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. പോയി ജയിച്ചുവാ എന്ന് പറഞ്ഞാണ് ഷാഫിക്ക് പാലക്കാട്ടെ ജനങ്ങൾ യാത്രയയപ്പ് നൽകിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം ലോക്സഭയിൽ ഉണ്ടാകണമെന്നും ചിലർ ആശംസിച്ചു. ഓൾ ദി ബെസ്റ്റ് ആശംസിച്ച് നിരവധി സ്ത്രീകളും ഷാഫിയെ യാത്രയാക്കാനെത്തിയിരുന്നു. KSVയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഷാഫി പറമ്പിൽ 2007 സംസ്ഥാന സെക്രട്ടറിയും 2009 സംസ്ഥാന പ്രസിഡന്റുമായി. 2011 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 2016, 2021 വർഷങ്ങളിലും പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി E ശ്രീധരന്റെ ശക്തമായ വെല്ലുവിളി അതിജീവിച്ച് 3000-ലേറെ വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. സിറ്റിംഗ് MP ആയ K മുരളീധരൻ തൃശൂരിലേക്ക് മാറിയതോടെയാണ് വടകരയിൽ ഷാഫി പറമ്പിലിന് നറുക്കു വീണിരിക്കുന്നത്. അതേസമയം വടകരയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് LDFും UDFും. സ്ഥാനാർത്ഥി മാറ്റത്തിന്റെ ഞെട്ടലിൽ മണ്ഡലം എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നിരുന്നാലും ഷാഫിയിലൂടെ വിജയം ആവർത്തിക്കാനാകുമെന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. അതേസമയം KK ശൈലജയുടെ ജനകീയതയും പ്രചരണത്തിലെ മുൻതൂക്കവും കൊണ്ട് വടകര തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF.